ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ പ്രാവശ്യം മീനിൻ്റെ തലക്കറി വെക്കാമെന്ന് പറഞ്ഞില്ലേ, കുറച്ച് ലേറ്റായി പോയി കേട്ടോ. ആദ്യമേ എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചത്തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അധികം മൂക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ലൈറ്റ് ഈ ചൂടായാൽ മാത്രം മതി കേട്ടോ. ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് പച്ചത്തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ആ സമയത്ത് ഒരു ചട്ടി മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കുറച്ച് ഇഞ്ചിയും ചെറിയ ഉള്ളി മുറിച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്ക് കുടംപുളി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുടംപുളി കുറച്ച് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് 2 ടൊമാറ്റോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു അടപ്പിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൊമാറ്റോ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടണം. ഏകദേശം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് തലയും കഷ്ണങ്ങളും മുള്ളിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഏകദേശം ഞാൻ തലയും കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഗ്രേവി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഗ്രേവി കുറവല്ല, ആവശ്യത്തിനാണ് ഇതൊന്ന് വറ്റിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് നന്നായിട്ട് തിളച്ചാൽ മാത്രം മതി. അങ്ങനെ ഗ്രേവിയെല്ലാം ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്ക് അത് മൂടി വയ്ക്കാം. ഏകദേശം നല്ല തിള വരട്ടെ. ഈ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീനിൻ്റെ തല ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തെറിക്കും. അങ്ങനെ മീനിൻ്റെ തലയൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഗ്രേവി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. വീണ്ടും നമുക്ക് അടപ്പിട്ട് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ എണ്ണയെല്ലാം മേലെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, ആദ്യമേ ഒഴിച്ചു കൊടുത്തല്ലോ, അതുകൊണ്ടാണ്. ഉലുവ ഇടാൻ മറന്നവരാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇന്ന് ചോറിൻ്റെ കൂട്ടത്തല്ല കേട്ടോ, ഇന്ന് ഈ കപ്പയുടെ കൂട്ടത്താണ് ഈ തലക്കറി കഴിക്കാൻ പോണത്. എല്ലാവർക്കും ഇഷ്ടമല്ലേ കപ്പയും തലക്കറിയും മീൻകറിയൊക്കെ ഇഷ്ടമല്ലേ? അതേപോലെ തന്നെ ഇന്ന് കപ്പയും മീനിൻ്റെ തലക്കറിയുമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഹൈപ്പൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.